Gandhiji had no height regarded for his ability, but he was very careful about his character. അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. പശു ഞാനന്ന് പഠിപ്പിച്ചത് മുത്തീ അതുപോലെ തന്നെ രാഷ്ട്രീയതല്ലോടിയേ. ഇത് ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നുമില്ല. ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കണം. ഇത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ്. അല്ലല്ല ഇവളുണ്ടല്ലോ ഈ ഡയാന, ഇവൾ ഇപ്പോഴല്ലേ ഡയാന, പണ്ട് ഇവള് ഇടയാനായിരുന്നു. ഇടയാന വെയിലു പോയാ ചൂടാണുണ്ണി ചൂടാണ്. Hello dear viewers, welcome to a super brand new episode of Once Upon a Time കലിപ്പനും കാന്താരിയും. നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കലിപ്പന്മാരെയും കാന്താരികളൊക്കെ അറിയാം അല്ലേ? പക്ഷേ അവരിൽ നിന്നും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയുടെ വീറും വാശിയേറിയ പോരാട്ടങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന മിടുക്കനും മിടുക്കത്തിയായ കലിപ്പനും കാന്താരിയുമാണ് നമ്മുടെ ഷോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വാഗതം ചെയ്യാം our ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് ദി ബ്യൂട്ടിഫുൾ അദിതി രവി. അതിഥി ഇപ്പോൾ ഒരുപാട് നല്ല നല്ല പടങ്ങളിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പക്ഷേ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ആംഗ്രി ബേബീസ് ഇൻ ലവ് അല്ല, ഒരു ചെറിയ ക്യാരക്ടർ ചെയ്താണ് വന്നത്. പിന്നെ ഡയറക്ടർ വലിയ ജമ്പായിരുന്നു അലമാരയിലെ നായികയായിട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടിയത്? ഈ പറഞ്ഞ പോലെ ഓഡീഷൻ ഞാൻ ആംഗ്രി ബേബീസ് ഇൻ ലവ് കഴിഞ്ഞിട്ട് ഞാൻ ഓഡീഷൻസ് പോയിരുന്നു. കാരണം അന്ന് അങ്ങനെ ന്യൂ ഫേസ് തന്നെയാണ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഓഡീഷൻ പോയിട്ട് ഓഡീഷൻ ത്രൂ ആണ് അലമാരയിലേക്ക് പിന്നെ കിട്ടുന്നത്. അടിപൊളി, ബ്രില്യൻറ്റ്. ഓഡീഷൻ എന്നപ്പോൾ അവരെന്താണ് അതിഥിയോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞത്? കാരണം ഓഡീഷന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതുവരെ പോവാത്തവർക്കൊക്കെ ഒരു ഇതായിട്ട് ഓരോ സിനിമയുടെ ഓഡീഷന് പോയാൽ എന്തായിരിക്കും അവർ പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അവിടെ മിഥുൻ ചേട്ടൻ ചെയ്യിപ്പിച്ചത് ആ സിനിമയിലെ ഒരു സീനായിരുന്നു. വേറെ അങ്ങനെ പുറത്ത് വേറെ അങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ആ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെയാണ് അതിലേക്ക് ഇന്നായത്. ശരിക്കും ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാണ് വന്നേ അഭിനയത്തിനോടൊക്കെയുള്ള? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടി ശാലിനീനെ ഒത്തിരി ഇഷ്ടമാണ്. ചാക്കോച്ചന്റെ ഒക്കെ സിനിമ അനിയത്തിപ്രാവ്, നിറം, ആ സമയത്തൊക്കെയാണ് സിനിമ. ഞാൻ 3-ോ 4-ലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ ആ സമയം തൊട്ടാണ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ഓവർകോട്ടുള്ളൊരു ചുരിദാർ കാരണം ഞങ്ങളുടെ ഒന്നും കോളേജിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. എല്ലാരും ബാറ്റ്മാൻ വരുന്ന പോലെ അതിന്റെ പുറത്തോട്ട് ബൈക്കിലൊന്നും പോയില്ല. അതിന് ബൈക്കിൽ പോകാൻ ബൈക്ക് വേണ്ടേ? ചുരിദാർ 1000 രൂപയ്ക്ക് കിട്ടും, ബൈക്ക് 50,000 രൂപ വേണ്ടേ? ഞങ്ങള് അങ്ങനെ പറ്റില്ല, ഞങ്ങളന്ന് ഒരുപാട് പെട്ടുപോയല്ലോ. അതുകൊണ്ട് ഇത് കിട്ടുമായിരുന്നു. കുഞ്ചാക്കോ പോകാൻ കളിക്കാൻ വലിയ പാടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ചാക്കോച്ചനോട് ഞാൻ ചാക്കോച്ചനോടും പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചന്റെ മുഖത്ത് ബുക്ക് വെച്ച് എറിഞ്ഞാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ് ആ സമയത്തല്ല. പിന്നീട് ഞാൻ പഞ്ചവർണ്ണത്തെ ഡയറക്റ്റ് ചെയ്യുമ്പം ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എറിഞ്ഞ പത്രം ചാക്കോച്ചന്റെ മുഖത്ത് കൊള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 തവണ പേപ്പർ എറിഞ്ഞിട്ട് ഇത് അദ്ദേഹത്തിന്റെ മുഖത്ത് കൊള്ളുന്നില്ല, സൈഡിൽ കൂടെയൊക്കെ പോവുക. അപ്പൊ ഒരു ആർട്ട് ഡയറക്ടർ പറഞ്ഞു നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെക്കാം, ഒരു കാർഡ് ബോർഡിന്റെ കഷ്ണം എന്തെങ്കിലും വെക്കാം, അത് വെച്ച് എറിഞ്ഞാല് മുഖത്ത് കൊള്ളുമല്ലോ. അപ്പൊ ടൈറ്റ് ആണ്, ഒരുപാട് ദൂരെ നിന്ന് എറിയണ്ട, തൊട്ടടുത്ത് ഫ്രെയിമിന്റെ പുറത്തുനിന്ന് മുഖത്തോട്ട് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആർട്ട് ഡയറക്ടർക്ക് ഒരു ഭയമായി, കാരണം ഹീറോയുടെ മുഖത്ത് എറിയാൻ പോവാണല്ലോ, അത് എന്തേലും കൊള്ളുവോ നോവോ ഒക്കെ ചെയ്താൽ എന്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് ചോദിച്ചു സാർ അറിയുമോന്ന് ചോദിച്ചു എന്നോട്. ആ കിട്ടിയ ഞാനത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒന്ന് കൊടുത്താലോ, കുറെ നാൾ ഇതുകൊണ്ടൊരു ഉപദ്രവം നമുക്ക് ഉണ്ടായിരുന്നതല്ലേ, പിന്നെ ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു. പടം തീരാനുണ്ടായിരുന്നല്ലോ, എന്റെ തന്നെ പടമല്ലേ, ഫസ്റ്റ് പടം തന്നെ ഞാൻ തന്നെ കൊള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് അതിഥി പറഞ്ഞല്ലോ ശാലിനിയോട് ഒരു ആരാധന തോന്നി, അതുപോലെ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും നടിമാർ? മനീഷ കൊയ്രാള, രംഗീല, ഊർമിളയാണത്. എന്ത് നീ ഏത് രംഗീലയാണ് കാണേണ്ടത്? രംഗീലയിലുള്ളത് ഊർമിള. ഇത് ഊർമിള ഓക്കെ. ഗുപ്തിൽ കാജോളും മനുഷ്യ കൊയ്രാളെ ഉണ്ടായിരുന്നു, 2 പേരും ഉണ്ടായിരുന്നു. എനിക്ക് മനുഷ്യ കൊയ്രാളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഊർമിള മട്ടോൺകറിനെ കണ്ടിട്ടുണ്ട്. ഊർമിളയുടെ ഡാൻസ് കഴിഞ്ഞ് എന്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു ഒരു അവാർഡ് നൈറ്റിന് ഇവിടെ. അപ്പൊ നമ്മുടെ അടുത്ത ബാച്ച് നമ്മളാണല്ലോ, നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനപ്പോ ആലോചിച്ചത് ആരായി നിൽക്കുന്നേ, എത്ര നമ്മള് രംഗീലൊക്കെ കാണാൻ പോയ സമയത്ത് അങ്ങനെ സണ്ണി ലിയോൺ കണ്ടിട്ടുണ്ട്,
ഉറുമിളയെ കണ്ടിട്ടുണ്ട്, മനുഷ്യ കൊരളെ കണ്ടിട്ടുണ്ട്, മാധുരി ദീക്ഷിത്തിന്റെയും ജൂഹി ചൗളയുടെയും കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതാണോ ശരിക്കും? ഉണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. മാധുരി ദീക്ഷിത്തിന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ജൂഹി ചൗളയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, കാജോളിന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, ഷഹറൂഖ് ഖാന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, സംസാരിച്ചായിരുന്നോ? സംസാരിച്ചിട്ടുണ്ട്. ഹിന്ദി ഷഹറൂഖ് ഖാനെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമുണ്ട്. പിന്നെ കാജൽ അഗർവാൾ, തമന്ന, ഇങ്ങനെ ഇവരുടെ എല്ലാം കൂടെ പലതരത്തിൽ അത് ഇതുകൊണ്ടുള്ളൊരു വലിയ ഭാഗ്യം. ചാക്കോച്ചിന് പോലും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലേ? നമുക്ക് ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല ഹോളിവുഡ് ആക്ടേഴ്സിന്. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ജോണി ഡെപ്പിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ വേറെ ആരെയാന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ മാമേ അയ്യോ അല്ല മാധവ് മാഷ്. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യഭാവം രണ്ടക്ഷരം കുറിച്ചിട്ടുള്ളതും മറ്റൊന്നിൻ കർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന വർണ്ണത്തിലാശങ്ക ഉൽപ്രേഷാൽ അലങ്കൃതി. അതിഥി എന്റെ മലയാളം ഭാഷയാണ് മാധവ് മാഷ്. ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവർ കൊണ്ടുവന്നേക്കുവാണല്ലേ? അയ്യോ താങ്ക് യു സോ മച്ച്. സർപ്രൈസ് ചെയ്യാൻ കൊണ്ടൊന്നുമില്ല. അതിന് ക്യാമറ ഏതാ ഫ്ലോർ ഏതാന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ഷൂട്ട് നടക്കും, അതിന്റെ ഇടയിലോട്ടാണ് കയറി വന്നത്. ഞാനോർത്ത് ഏതോ നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ള സിനിമ വന്ന് നിൽക്കണേ എന്നുള്ളത്. അല്ലല്ല, ഞാൻ ഈ ഡയാനെ കാണാൻ വേണ്ടിട്ട് വന്നതല്ലേ. ആണോ? ശരി. ഒരു മാഷം ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലെ ആ ചൂരല് മേടിച്ച് ഞാൻ ചന്തിക്കിട്ട് രണ്ടെണ്ണം. ഇതെന്റെ ആനത്തോട്ടിയാണ്. ആനത്തോട്ടിയോ? ഇവളുണ്ടല്ലോ ഈ ഡയാന, ഇവൾ ഇപ്പോഴല്ലേ ഡയാന, പണ്ട് ഇവള് ഇടയാനായിരുന്നു. അന്ന് ഞാനിവളെ മെരുക്കി നിർത്തിയിരുന്ന എന്റെ തോട്ടിയാണിത്. അപ്പൊ ഡയാനെ എത്ര ക്ലാസ് വരെയാണ് ഇദ്ദേഹം ഞാൻ പഠിപ്പിച്ചത്? 1ാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അന്നേ എനിക്കറിയാമായിരുന്നു ഇവളുടെ ഉള്ളിൽ ഒരു കലയുണ്ടെന്ന്. ആ കല അങ്ങോട്ട് വളർന്ന് പൂത്ത് പന്തലിച്ചേക്കല്ലേ. എന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു പരിപാടികളിൽ പങ്കെടുക്കാൻ. നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കുവോ? പഠിക്കുമായിരുന്നല്ലോ. പിന്നെ ഇവിടെ നന്നായിട്ട് പഠിക്കും. അത് മാത്രമല്ല ചാക്കിലോട്ടം, പിന്നെ ഇഷ്ടിക നടക്കല്, അങ്ങനെയുള്ള കലാപരിപാടികളിലൊക്കെ ഇവള് ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും മാഷാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാഷ് പറയാ എന്താ വന്നേ? ഞാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണല്ലോ. കുമാരൻ ഒരു കൈത്താങ് എന്നിട്ടുള്ളതാണ് പരിപാടി. ശരി. അപ്പൊ അതിൽ ഇന്നലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്കൂളിലെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഡയാനയാണല്ലോ. എല്ലാവർക്കും ഒരു നിർബന്ധം, എങ്ങനെയെങ്കിലും ചെന്ന് കണ്ട് ഡയാനയെ കൊണ്ട് അതിഥിയെ അവിടെ ഒന്ന് കൊണ്ടുവരുത്തിക്കണമെന്ന്. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ അതിന്റെ കൂടെ രമേശ് വെറുതെ അടയ്ക്കല്ല. അപ്പൊ രമേശ് ഒന്ന് വന്നോട്ടെ. ഞാനങ്ങനെ വെറുതെ നടക്കുമല്ല. അല്ല, രമേശ് വന്നിട്ട് വേറെ ഒന്ന് പ്രസംഗിക്കുക ഒന്നും വേണ്ട. അല്ല വേണ്ട, ഞാൻ വരുന്നില്ല. അല്ല, രമേശ് വരണം. അല്ല മാഷ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ സ്കൂളിലെ വലിയ സെലിബ്രിറ്റി അല്ലേ ഡയാന, നിങ്ങൾക്ക് അപ്പൊ ഡയാനയെ കൊണ്ടത് ചെയ്യിച്ചൂടെ? ചേട്ടാ, എന്റെ മാഷിന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും രണ്ടുപേരും സമയം കണ്ടെത്തി ഒന്ന് വന്നു കഴിഞ്ഞാല്. കലാപരിപാടി ഒന്നും ചെയ്യണ്ട, വന്നതിന് ശേഷം വരിക, ചെക്കൊപ്പിട്ട് വരിക, പോവുക. എന്താ ചെക്ക് തരിക, പോവുക. ചെക്കോ? അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾ വരുമ്പോ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒപ്പിട്ട് തരുമോ ചെക്ക്? അല്ലല്ല, ചെക്ക് രമേശിന്റെ വീട്ടിലുണ്ടല്ലോ. രമേശിന് എടുത്തോണ്ട് വരാമല്ലോ, എപ്പോഴാണെങ്കിലും എടുത്തോണ്ട് വരാമല്ലോ. എടുത്തോണ്ട് വരിക, അതിനകത്ത് ഒപ്പിടുക. ബ്ലാങ്ക് ചെക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, തരിക. പൈസ അങ്ങോട്ട് കൊടുക്കാൻ. കുമാരനൊരു കൈത്താങ്ങാണ്. ആരെ? കുമാരനാരാ? അതായത് കുമാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നിർധനനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എന്റെ കൂടെ പഠിച്ച കുമാരൻ. അതെ, അത് മാഷിന്റെ മോനല്ലേ? അതെ, പക്ഷെ അവൻ നിർധനനാണല്ലോ. അപ്പൊ മാഷിന് പെൻഷൻ ഒന്നും കിട്ടുന്നില്ലേ? എനിക്ക് റിട്ടയർ ആയപ്പോ കിട്ടിയ പൈസ കൊണ്ടല്ലേ മൂത്ത മോള് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങിയത്. രമേശേട്ടാ, അതിഥി എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് വെച്ചിട്ട് എന്റെ സ്കൂളാണ്, എന്റെ മാഷിന്റെ റിക്വസ്റ്റ് ആയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു പോയാൽ മതി. മാറുന്നില്ലല്ലോ, ഡേറ്റ് കറക്റ്റ് അല്ലേ? നിങ്ങളുടെ കൺവീനിയൻസ് ഡേറ്റ് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് വെക്കുവാണെങ്കിൽ ഞാനും അതിഥിയും കൂടെ ആ ഫംഗ്ഷന് വരാം, ഡയാനയും വരാം. പിന്നെ ആ കുമാരന്റെ കൈത്താങ്ങൊന്നും നടക്കണ കേസല്ല, നമ്മൾ വരാം, സംസാരിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ മാഷ, ഞങ്ങളുടെ ഷൂട്ട് നടത്തണം. അല്ല മോളെ, എനിക്ക് ഇനി വൈകുന്നേരം ട്രെയിൻ ഉള്ളതേ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുക്കാൻ കാശില്ല. അപ്പൊ മോളെന്തെങ്കിലും ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുവാണോ? പക്ഷെ എന്നോടൊരു വാക്ക് പറയണ്ടേ? അയ്യോ, ഇത് ഓർത്ത് വിഷമിക്കണ്ട. ഒരു ഊണും കഴിക്കണം. എല്ലാത്തിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. മാഷ് ഒന്നും പേടിക്കേണ്ട. നീ അവിടെ പോയി കുറച്ച് എത്ര നേരം വേണേലും അവിടെ പോയിരുന്നോ കേട്ടോ. അവിടെ ഇരുന്നോ, ഓക്കെ അല്ലേ? അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നോ. പിന്നെ ഇവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. ഞാനടുത്ത് നീ പൈസ കൊടുക്കുമെന്ന് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇവിടെ ഒരാളെ വിളിച്ചിരുത്തുമ്പോ? ഇരിക്കാലോ, പൈസ ഇരിക്കാലോ അവിടെ. മാഷ അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞ. എന്റെ ഭാവം കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാ വിചാരം.
മത്സരത്തിൽ പങ്കെടുക്കുന്ന കലിപ്പനും കാന്താരിയും അമൽ ആൻഡ് ശ്രീലക്ഷ്മി. വെൽക്കം. വന്നപ്പോഴേ ഇടിയാണല്ലോ. അതെ അതെ അതെ. ഓക്കെ, അപ്പോ അമൽ സ്വാഗതം, വീണ്ടും സ്വാഗതം. താങ്ക് യു. ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വേണേ പറയാം, കാരണം അമല് മുൻപ് വന്നിട്ടുള്ളത് സീസൺ 2-ലാണ്. യു ആർ കമ്മിങ് ഫ്രം പൂനെ ബേസ്ഡ് അല്ലേ? ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഞാൻ ഇപ്പൊ ചെന്നൈന്നാണ്. ചെന്നൈന്നാണ് വരുന്നത്. എവിടെ, പഴയ കമ്പനി തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ പുതിയ കമ്പനിയിലാണ്, നാസ്ഡാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ശ്രീലക്ഷ്മി കുട്ടി, എന്താണ് പരീക്ഷ ടൈമാണോ? തൽക്കാലം പരീക്ഷ ഒന്നും നടക്കുന്നില്ല. ഇല്ല. പിന്നെ വരും. എന്തായാലും വരുമല്ലോ. എന്താ മോന്റെ പേര്? അമൽ. അല്ല, അത് മോനല്ലേ? അല്ല, മോളാണോ? ആ, മോളുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. രണ്ടുപേരും റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, അബൌട്ട് ഹാൻഡ്, സ്റ്റാൻഡപ്പ്. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, സ്റ്റാൻഡപ്പ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ചുട്ട പെട കൊള്ളും. അയ്യോ മാഷെ, ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടരുത് പ്ലീസ്. എന്നാ റൂമിന്റെ കാശുതാ. അയ്യോ, സന്ദർഭോചിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടാം, കുഴപ്പമില്ല. മിടുക്കി. അതെ, ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് മസിലൊക്കെ പിടിച്ചു വെച്ചിട്ട് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുമെങ്കിലും പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൂളാണ്. ആണോ? അടിപൊളിയാണ്. പിന്നെ അതെ, എന്നാ നമുക്ക് PSC കൊടുത്തിട്ട് ആരാ ഫസ്റ്റ് നോക്കാം. യെസ്, PSC പാരഡി സോങ് ചലഞ്ച് ആണ്. പുതിയ ഐറ്റം ആണ് കേട്ടോ ശ്രീലക്ഷ്മി. അമലെ, ഓക്കെ. പാരഡിയുടെ ഉസ്താദ് കേസ്മൻ മാമൻ. പക്ഷെ എന്നെ ഓർമ്മയുണ്ടാ? പിന്നെ ഞാൻ പണ്ടേ മുതൽ എനിക്ക് ഓർക്കണമെന്ന് ഓർക്കും, മറന്നു. എന്നെ പഠിപ്പിച്ചാണ്, ട്യൂഷൻ എടുത്തിട്ടുണ്ട് പണ്ട്. ഞാനോ? ആ, എന്നെ പഠിപ്പിച്ച മാഷിനിലും പ്രായമുണ്ടല്ലോ ഇപ്പൊ നിനക്ക്. ഞാൻ സോഷ്യൽ സ്റ്റഡീസിനായിരുന്നു. സോഷ്യൽ സ്റ്റഡീസ് അത്ര പാടായിരുന്നോ? ആ, ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഓ, എന്നിട്ട് എന്താ ട്യൂഷൻ പോയിട്ട് എന്താ പഠിച്ചത്? ഞാൻ ഗാന്ധിജിയെ കുറിച്ചാണ് മാഷനെ പഠിപ്പിച്ചത്. ഓഹോ, എന്തായിരുന്നു? ഗാന്ധിജി ഹാഡ് നോ ഹൈറ്റ് റിഗാർഡഡ് ഫോർ ഹിസ് എബിലിറ്റി ബട്ട് ഹി വാസ് വെരി കെയർഫുൾ അബൌട്ട് ഹിസ് ക്യാരക്ടർ. എന്നെ തിങ്കളും താരങ്ങളും കവിത പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് പല പല നാളുകളും പഠിപ്പിച്ചിട്ടുണ്ട്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി അരളിച്ചെടി തന്നെ നിലനിന്നടിയിൽ അരുമക്കിങ്ങനെ പോലെ വീശും കാറ്റ് തിളക. അത് എന്നെ മാഷ പഠിപ്പിച്ചത്. നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കവിത ചൊല്ലാം. അയ്യോ, വേണ്ട 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 വേണ്ട. ഞാനൊരു പാരഡി പാടിക്കോളാം ഇവിടെ. അതാകുമ്പോ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റിനെ കൊടുത്തിട്ട് ഉത്തരം പറയിപ്പിക്കേണ്ടത്. എന്റെ മനസ്സിൽ വരുന്നൊരു പാട്ട് എന്നറിയാമോ? ആ, രക്ഷക. പാട്ട് ആസ്വദിച്ചോ, കേട്ടോ, ശ്രദ്ധിച്ചോ? ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, ഈ പാട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നതനുസരിച്ച് എത്ര മണി കഴിഞ്ഞിട്ടാണ് വെയില് അല്ലെങ്കിൽ ചൂട്? 5:30. 5:30. ഉത്തരം കറക്റ്റ്. അടിപൊളി അമലെ, സൂപ്പർ, പൊളിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ലക്ഷ്മി ശ്രദ്ധിച്ചോ. ഏത് ജോലിക്ക് വേണ്ടിയാണ് വെയിലത്ത് റോഡിൽ നിൽക്കുന്നത്? ചൂടിനെ ചെറുക്കാൻ എത്ര ടൺ AC വാങ്ങിയ കാര്യമാണ് കവി ഈ പാട്ടിൽ പറയുന്നത്? 1.5. അയ്യോ, പറയണ്ടേ? നമ്മളെ മൂത്തവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കുകയാണ്. എല്ലാരും ഇവിടെ പറയുന്ന കാര്യമാണ് മാറിക്കൊടുക്കുക എന്നുള്ളത്. എനിവേ, ബ്രില്യന്റ് അമൽ. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് നമ്മുടെ കലിപ്പനാണ്. അമൽ ഓൺ സ്റ്റേജ്. ഹലോ ഗോയ്സ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ റിലീസായ സമയത്ത് ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നു. നൈസ് ജോക്സ്, നല്ല തമാശ, പറ്റാൻ നല്ല പണിക്കുമ്പോടാ, അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നു. പക്ഷെ അതിലൊരു ചേട്ടൻ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തേടി പിടിച്ചിട്ട് മെസ്സേജ് അയച്ചു. ബ്രോ നല്ല തമാശയായിരുന്നു. അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു ബ്രോ, കീപ് സപ്പോർട്ടിങ് എന്ന് പറയുമ്പോഴേക്കും അടുത്ത മെസ്സേജ്, പക്ഷേ തൊണ്ടയിൽ ഞണ്ടിറുക്കിയ പോലത്തെ സൗണ്ട് എനിക്ക് ഇഷ്ടമില്ല. അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് ജോക്സ് എഴുതി കാണിക്കാൻ പറ്റുമോ? ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കാം. ബാക്കി എല്ലാവരുടെയും ജോക്സ് യൂട്യൂബിലും എൻ്റെ ജോക്സ് മൈക്രോസോഫ്റ്റ് വേർഡിലും. രമേശ് ചേട്ടാ, ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ വീട് വെച്ചു. അപ്പോൾ വീട് എൻ്റെ കൂട്ടുകാരൻ സ്വനം എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരനാണ് കോൺട്രാക്ടർ. അപ്പോൾ തറക്കല്ലിടലിൻ്റെ സമയത്ത് അവൻ പറഞ്ഞു, അവൻ്റെ ഒപ്പം ഒരു പയ്യുണ്ട് ഷജിൽ എന്ന് പറഞ്ഞു. ഷജിലിനോട് പറഞ്ഞു, ആ തറക്കല്ലിടുമ്പോൾ നീ വീഡിയോ എടുക്കണം, എന്നിട്ട് ദൈവത്തിൻ്റെ വല്ല ഭജനപ്പാട്ടും വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോന്ന്. അപ്പം എൻ്റെ അനിയൻ തറക്കല്ല് വെക്കുന്നു, അവൻ വീഡിയോ എടുത്തു ഇട്ടു ഭജനപ്പാട്ട്. ഭജിക്കാൻ വാ ഒത്തു ചൊല്ലാം ദൈവമൊഴി, ഇത്രയിൽ നിർത്തിയില്ല അവൻ.
അവസാനം വിശ്രമിക്കാൻ മണ്ണിനടി, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ, ടു 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 ടു. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. എന്നിട്ട് എനിക്ക് ഒറ്റ മിനിറ്റിൽ 43 മെസ്സേജ് വന്നു, എടാ വേഗം പാട്ട് ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നൻപൻ അവനത് ഷെയർ ചെയ്തു, ദൃശ്യം 3 ഷൂട്ടിംഗ് സ്പോട്ട് പിക്ക് ലീക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാനാ? അപ്പൊ ഇവൻ എന്താണ് ഇത്ര പവർ എന്ന് അറിയാൻ വേണ്ടി നോക്കി. കാരണം വീട്ടിലേക്ക് കല്ലൊക്കെ വരുമ്പോ ഇവൻ ഞാൻ കല്ലെടുത്ത് വെക്കാം, ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. ബാഹുബലിയായിട്ട് പോയതേ ഓർമ്മയുള്ളൂ. തിരിച്ചു വരുമ്പോ പൽവാൽദേവന്റെ അച്ഛനായിട്ടാ വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനും സൊനുവും ഇവനും കൂടി ചായ കുടിക്കാൻ പോയപ്പോൾ സൊനുവിനോട് ചോദിച്ചു, ഇവനെന്താ പ്രശ്നം? ഞാൻ ഉറക്കില്ലാത്ത എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ബ്രോ ഉറക്കില്ല വെച്ചെങ്കിൽ മരുന്ന് കഴിക്കുക, ശരിയാവും. അപ്പൊ അവൻ മരുന്നും കഷായവും നമുക്കെന്തിനാ, ഊണുണ്ടല്ലോ പൊതിച്ചോറുണ്ടല്ലോ. ഈ ചായക്കടക്കാരൻ ചേട്ടൻ അവന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. ചായക്കടക്കാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ ഒപ്പം കൂടുന്നു, എനിക്ക് മാസം 60,000 രൂപ വരാന്ന്. 25,000 രൂപയും പട്ടിപ്പണിയും കൊടുത്തിരുന്ന സൊനത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. സൊനം ചോദിച്ചു, ചേട്ടൻ എവിടുന്ന് എത്ര കോൺഫിഡൻസ് വന്ന എൻ്റെ ഒപ്പമുള്ള വർക്കറിനെ എടുക്കാന്ന്. അപ്പൊ ചേട്ടൻ 2014 തൊട്ടിട്ട് ഈ കോൺഫിഡൻസിലാണ് നിൽക്കണേ. സാഗർ എലിയാസ് ചോക്കിദാർ. ഇവൻ എന്താണ് ഈ പവർ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഇവന്റെ പിന്നാലെ കൂടി. ഞാൻ പോയപ്പോ ഇവനൊരു പറമ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവനും കുറെ കൂട്ടുകാരും കൂടി ഇരിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ ഇങ്ങനെ ചുരുട്ടി വലിക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഹാനികരം. ഇനി എന്ത് പറഞ്ഞു? ഓക്കെ. അപ്പൊ ഇവരൊക്കെ ചുരുട്ടി എന്തോ വലിക്കുന്നുണ്ട്, ഭയങ്കര വലിയാണ്. അപ്പൊ അതിൽ നടുക്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങണം, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, പിച്ച് യുവർ സെൽഫ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം. 1 കല്യാണം കഴിക്കാത്ത സിംഗിൾ പീപ്പിൾസ്, 2 വയസ്സായ ഓൾഡ് പീപ്പിൾസ്, 3 അസുഖം വന്നവര്. അപ്പോ നൈസ് ഐഡിയ. ഇപ്പൊ എന്ത് ചെയ്യണം? ആദ്യം വയസ്സായ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വയസ്സായ ആൾക്കാരുടെ പാപങ്ങൾ നമുക്ക് കഴുകി കൊടുക്കാം. അപ്പൊ എങ്ങനെ ചെയ്യും? നമുക്ക് നോർത്തിൽ പോയിട്ട് ഗംഗാജലം കൊണ്ടുവരാം. അവിടുന്ന് ഗംഗാജലം ചട്ടിയിലാക്കിയിട്ട് നമുക്ക് അവർക്ക് വിൽക്കാന്ന്. നൈസ് ഐഡിയ. പക്ഷെ പേരെന്ത് വെക്കും? ചട്ടി ബിരിയാണിയുടെയും ചട്ടി പൊറോട്ടയുടെയും യുഗം കഴിഞ്ഞു, ഇനി അവന്റെ വരവാണ്, ചട്ടി ഗംഗാജലം. ഓക്കെ, നൈസ് ഐഡിയ. അടുത്തത് വരട്ടെ. അപ്പൊ അടുത്തത് പറഞ്ഞ്, ഇനി നമുക്ക് കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാട്രിമോണി സൈറ്റ് ബിൽഡ് ചെയ്യാം. അസത്യഭാമ matrimony.com, ഓൺലി ഫോർ മോഹിനീസ് ആൻഡ് മോഹനൻസ്. നൈസ് ഐഡിയ. അടുത്തത് പോരട്ടെ. അപ്പൊ അടുത്തത് അവൻ പറഞ്ഞത്, വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് മരുന്നുകൾ ഡെലിവറി ചെയ്യണ ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പൊതിച്ചോറിന്റെ ജോക്ക് അടിക്കുന്നു. ഇല്ല, പൊതിച്ചോറിന്റെ ജോക്ക് അടിക്കില്ല. പുള്ളി ശരിക്കും മരുന്ന് ഡെലിവറി ചെയ്തു. പക്ഷെ മരുന്ന് ഡെലിവറി ചെയ്തിട്ട് പിറ്റേ ദിവസം ആ പുള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എന്നിട്ട് അവിടെ പോയിട്ട് പൊതിച്ചോറ് കഴിക്കേണ്ടി വന്നവന്. ഞാൻ എൻ്റെ എന്താ പറയുക, ഹൗസിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇടയായിട്ട് സിനിമ ഒരുപാട് കാണാൻ തുടങ്ങി. ഈ ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി. എനിക്ക് എൻ്റെ ക്ലൈമാക്സ് ഒന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ റിവ്യൂവേഴ്സിൻ്റെ ഇത് കാണാം, അവരെന്തേലും പറഞ്ഞുതരും. കണ്ടേ പൊരുത്തം പറയാം, ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കണം, അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണെന്ന്. പക്ഷെ ഇതിലെവിടെയാ ഡയറക്ടർ ബ്രില്യൻസ്? ഞാൻ ഊഹിച്ചെടുക്കണമെങ്കിൽ അത് എൻ്റെ ബ്രില്യൻസ് അല്ലേ. എനിക്കൊരു കാര്യം മനസ്സിലായി, അവനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. 2 ദിവസം ഉഴപ്പൊഴിച്ച് അവസാനം എനിക്ക് ഡയറക്ടർ ബ്രില്യൻസ് മനസ്സിലായി. സ്വന്തമായിട്ട് കാശ് മുടക്കാണ്ട് വേറെ പ്രൊഡ്യൂസറിനെ കൊണ്ട് പടം എടുപ്പിച്ചല്ലോ, അതായിരുന്നു അയാളുടെ ഡയറക്ടർ ബ്രില്യൻസ്. അപ്പൊ ഞാൻ അധികം ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ലാത്ത പടം കാണാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന ഒരു മെഗാ സീരിയൽ കണ്ട്, ആനിമൽ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ കണ്ടിട്ടോ? ആനിമൽ സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്റ്റോറി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുള്ള അച്ഛൻ, മോനെ നോക്കാൻ സമയമില്ല, മോൻ ക്രിമിനലായി മാറുന്നു. അപ്പോൾ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് മക്കളെ നോക്കാൻ സമയമില്ലെങ്കിൽ അവർക്ക് ബാംഗ്ലൂർ ഒരു IT കമ്പനി ഇട്ട് കൊടുക്കൂ. എന്നിട്ട് മാസം 1.25 കോടി ഇട്ട് കൊടുത്താൽ മതി. കാശ് എണ്ണി തീർത്താലും പുള്ളി ക്രിമിനൽ ആവില്ല. പക്ഷേ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഭയങ്കര മണ്ടന്മാരായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നോട്ട്സ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ അത് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടും. അവസാനം ED വന്നിട്ട് മണി ലോണ്ടറിങ്ങിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും അവരെ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പടങ്ങളൊക്കെ ഇല്ലേ, പൊട്ടിയ പടങ്ങളാണെങ്കിൽ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണം. കാരണം ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാശ് മുടക്കി പൊട്ടിയ ഐറ്റംസ് ഒക്കെ 20 കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ ഇട്ടാൽ നല്ല റവന്യൂ ജനറേഷൻ ആയിരിക്കും. ഞാൻ ക്യാപ്റ്റൻ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ജയസൂര്യയുടെ ക്യാപ്റ്റൻ പടം റിലീസായ സമയത്ത് എൻ്റെ കുറച്ച് കൂട്ടുകാർ അതിൻ്റെ ഫ്ലെക്സൊക്കെ ഒട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ ഇന്നലെ പ്രൊഡ്യൂസറിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു, ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ലല്ലോ, പൈസ റിലീസ് ചെയ്തിട്ടില്ലല്ലോ.
പുള്ളി പറഞ്ഞു പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? ഞങ്ങൾ ഇന്നലെ വാർത്തയിൽ കണ്ടല്ലോ ക്യാപ്റ്റന്റെ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ 9.25 കോടി കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ഈ ക്യാപ്റ്റനല്ല, അതാ വെള്ളിയിട്ട ക്യാപ്റ്റനാണ്, നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ലെന്ന്. രോഹിത് ശർമ്മ ടെസ്റ്റ് കളിക്കണ ഫ്ലെക്സ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ അവൻ. ഈ ജോക്ക് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മനസ്സിലായില്ലല്ലോ. അമ്മാതിരി കമന്റ് ഇവിടെ വേണ്ട. ജോക്ക് കേൾക്കാൻ പറഞ്ഞാൽ ജോക്ക് കേൾക്കിട്ട് പോയാൽ മതി. എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര വിയേഡായിട്ടുള്ള സ്വപ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൽ സുഭാഷിന്റെ പകരം ഡോറ കുഴിയിൽ വീണത്. ഡോറ ആരാന്നറിയൂ? ഡോറ ഞാൻ പറഞ്ഞുതരാം, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഡോറ കണ്ണ് കാണാത്ത അന്ധയായ ഒരു കുട്ടിയാണ്. ഞാൻ കോളേജിലൊക്കെ പിരിവിട്ടിട്ടുണ്ട് ഡോറയുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളടിക്കും നമ്മൾ. ഡോറ ഗുണ കേവിൽ ഇവിടെ കുഴിയാണെങ്കിൽ ഡോറ ഇവിടെ നിന്നിട്ട് ചോദിക്കും, കൂട്ടുകാരി നിങ്ങൾക്ക് കുഴി കാണാനുണ്ടോ? അടുത്ത സെക്കൻഡ് കുഴിയിൽ വീഴും. അടുത്ത സെക്കൻഡ് കുഴിയിലായിരിക്കും, കൂട്ടുകാരെ നിങ്ങൾക്ക് കുട്ടേട്ടനെ കാണാനുണ്ടോ? എന്റെ ഡൗട്ട് കുട്ടേട്ടനാണ് അതിനെ പിടിച്ചിട്ട് സഹിക്കാൻ വേണ്ടി കുഴിയിലിട്ടതാണ്. ഇപ്പൊ എല്ലാത്തിനും എല്ലാ പ്രോബ്ലംസിനും പരിഹാരം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. സിനിമയിലും യാത്രയാണ്, പൊളിറ്റിക്സിലും യാത്രയാണ്, എല്ലായിടത്തും യാത്രയാണ്. ഇപ്പൊ ഞാൻ ഒരിക്കൽ കുറച്ച് പൊളിറ്റീഷ്യൻസിന്റെ ഒരു ഡിസ്കഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നടുക്ക് മെയിൻ ആളിരിക്കുന്നുണ്ട്, ബാക്കി ആൾക്കാർ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കാം, വിഭജിച്ച് നിൽക്കുന്ന ഭാരതത്തിനെ നമുക്ക് യോജിപ്പിക്കണം, എന്ത് ചെയ്യും? പിച്ച് യുവർ ഐഡിയാസ്. അപ്പൊ ഒരാൾ പറഞ്ഞു, നമുക്ക് യാത്ര പോയാലോ? യാത്ര പോയാൽ എങ്ങനെ യോജിക്കും? അങ്ങനെ യോജിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം യോജിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിനുള്ള പേര് കണ്ടെത്താൻ പറയും. നമുക്ക് ഭാരത് യോജന യാത്ര എന്നിടാം. നൈസ് ഐഡിയ. അപ്പൊ ഞാൻ കുറെ വിചാരിച്ചു ഈ സെറ്റ് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്ന്. എനിക്കൊരു എൻഡ് കിട്ടിയില്ല ഇതിന്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന്റെ എൻഡ് കണ്ടുപിടിച്ചു. കാരണം ഐ വോണ്ട് ദി സ്ക്രിപ്റ്റ് ടു ബി എ ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്. സോ ദിസ് ഈസ് മൈ ബ്രില്യൻസ്. താങ്ക് യു. ഒരു ഡിഫറെന്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ചും കുറച്ച് ന്യൂ ജെൻ ഏരിയ എന്നുള്ള തമാശകൾ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിലുള്ള തമാശകൾ. എന്തായാലും നന്നായിരുന്നു. നാട്ടിൽ എവിടെന്നാ പറഞ്ഞേ? തൃശ്ശൂരിൽ എവിടെയാ? പേരാമംഗലം. എപ്പം സെറ്റിൽഡ് ആയിരിക്കുന്നത്? ചെന്നൈയില്? അല്ല, ഞങ്ങൾ പൂനെയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വന്നു. ഓക്കെ, വെരി ഗുഡ്. രമേശ് ഏട്ടാ? അമൽ ഡയന പറഞ്ഞ പോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിങ്ങും ടോണിങ്ങും പെർഫോമൻസും ഒക്കെ ആയിരുന്നു ഇവിടെ അവതരിപ്പിച്ചത്. രസമുണ്ടായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇത്തിരി ബ്രില്യൻ്റ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ. ആ സ്ക്രിപ്റ്റ് ഒരു ഡയറക്റ്റ് ഫസ്റ്റ് കേൾവിയിൽ മനസ്സിലാവുന്ന തമാശകളേക്കാൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നതിന് ശേഷമല്ല, പണ്ടേ ഇല്ലായിരുന്നു, പണ്ടേ വേണ്ടതായിരുന്നു. പലപ്പോഴും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുമുണ്ട്. പക്ഷേ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ആൾക്കാർ ഭയക്കുന്നതുമായൊരു സ്ഥലം പൊളിറ്റിക്സിനെ കുറിച്ച് നർമ്മം പറയാനാണ്. വലിയ ആക്രമണങ്ങൾ ഉണ്ടാവും. കാരണം ഒരു തരത്തിലുള്ള ഫാസിസം എല്ലാ മേഖലയിലും കയറിയിട്ടുണ്ട്. അതിനെ വിമർശിക്കപ്പെടാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. പറയാനുള്ള തമാശകളെ അടക്കി പറയുമ്പോൾ, പറയാനുള്ള തമാശകളുടെ ഒരളവ് തൂക്കി അതിനെ മയപ്പെടുത്തി പറയുമ്പോൾ, നമ്മൾ മദ്യത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അത് അവസാനം അത് വെള്ളമായി പോകും. അതിനകത്ത് മദ്യത്തിന്റെ വീര്യം ഇല്ലാതെ വരുമെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു പ്രശ്നം ഇത് പറയുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. പല തമാശകളും നമ്മളതിനെ ഡൈല്യൂട്ട് ചെയ്തപ്പം അവിടെ ഇവിടെ ഇല്ലാണ്ട് ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നം തോന്നി. പക്ഷെ കുഴപ്പമില്ല, ബാക്കി ഗംഭീരമായി കേട്ടോ. എനിക്കും ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫ്രീഡം ഇല്ലാത്തതിൻ്റെ, പലതും നമുക്ക് ഓപ്പണായിട്ടൊക്കെ പറയാവുന്ന കുറേ കോമഡീസ് ഉള്ളത്. ഒന്ന് ഫ്രീഡം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയി പോവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ പറഞ്ഞാൽ അത് പ്രോബ്ലം ആവുമോ എന്ന് തോന്നിയിട്ട് നമ്മളായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസിലോട്ടൊക്കെ ഒതുക്കിയ പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. വീട് എവിടെയെന്ന് പറഞ്ഞാൽ? തൃശ്ശൂര്. തൃശ്ശൂർ അല്ലേ? കലാധരൻ മാഷിനെ അറിയോ? ഇല്ല. പുള്ളി കണ്ണൂരാ. എങ്ങനെ അറിയും? മിടുക്കൻ. കള്ളം പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ മലയാളം മീഡിയത്തിലാണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷ് മീഡിയത്തില്. ഇംഗ്ലീഷ് മീഡിയത്തിൽ. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് IT ആണോ? IT ആണ്. ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളെ വലിയ കളക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. എന്താ പ്രയോജനം? കാണുമ്പോൾ മാറി നടക്കുക. അവരെന്തായാലും എത്ര വലിയ സ്ഥാനത്തെത്തിയാലും പഠിപ്പിച്ച മാഷെ കാണുമ്പോൾ മാറി നടക്കുന്നത് ശരിയായ പരിപാടിയല്ല. അവരെ കാണുമ്പോൾ ഞാനാ മാറി നടക്കുന്നത്. അതെന്താ പറ്റി? ഞാൻ അവരുടെ നിന്ന് 10,000-2,000 വെച്ചൊക്കെ കടം മേടിച്ചിട്ടുണ്ടേ. അതെ. അപ്പൊ അത് തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി നടക്കുക. പിന്നെ ഈ ഡയാനയ്ക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. ഡയാനയുടെ ഒപ്പം ഞാൻ എവിടെ കണ്ടാലും അവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് വർത്താനം പറയും, എല്ലാം ചെയ്യും. അവളോട് 100 രൂപ ചോദിച്ചിട്ട് ഒരു 2 മാസം ഇതുവരെ തന്നിട്ടില്ല. എന്തായാലും നല്ല
ബ്രില്യൻ്റ് തമാശയായിരുന്നു. ഇവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എല്ലാ തമാശയും. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. താങ്ക് യു മാഷേ. ഇല്ല അവർക്ക് മനസ്സിലായി. അവർ കുറേ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? നന്നായിട്ട് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു അമൽ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് മാർക്സ് അറിയാം. Until then, all the best. പോരാട്ട വേദിയിൽ അടുത്തതായി എത്തുന്നു നമ്മുടെ സ്വന്തം കാന്താരി ശ്രീലക്ഷ്മി. കാറില്ലാത്തവന്റെ സങ്കടം കാറില്ലാത്തവന് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ ശ്രീലക്ഷ്മി, കാറില്ലാത്ത ബൈക്ക് മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നു. ഞാൻ വെച്ച് കൈയടിക്കുന്ന അടിച്ചില്ല, വിട്ടേക്കും. ഇത് തന്നെ എവിടെയും വിലയില്ല. ഈ ബൈക്കുകാർക്കുണ്ടല്ലോ ഈ നാട്ടിൽ ഒരു വിലയില്ല. സമൂഹത്തിലാണെങ്കിലും ബഹുമാനം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പെട്രോൾ പമ്പിൽ പോവുകയാണ്. ഒരു കാറിലാണ് പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ കാർ ചെന്ന് നിർത്തുമ്പം അയാളിങ്ങനെ വരും. നിങ്ങൾ പതുക്കെ മറ്റേ വിൻഡോ താഴ്ത്തുമ്പോൾ അയാളിങ്ങനെ വന്ന് കുറച്ച് AC കൊള്ളും. അത് കഴിഞ്ഞിട്ട് ചേട്ടാ എത്ര രൂപയ്ക്ക്? 200 രൂപ എന്ന് പറഞ്ഞാൽ പോലും തന്നെ പോയി ഇതൊക്കെ തുറന്ന് അടിച്ചു തരും. 1500 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ആ ഒരു ആഠ്യത്വത്തോടെയാണ് പുള്ളിക്കാരൻ അടിക്കുന്നത്. ഒരു 1500 കിലോ സ്നേഹവും കൂടി അങ്ങ് തരും നിങ്ങൾക്ക്. പക്ഷെ ഇതേ സാഹചര്യത്തിൽ നിങ്ങളൊരു ബൈക്ക് കൊണ്ട് പോയി നോക്ക്. നിങ്ങൾ ബൈക്ക് അവിടെ കൊണ്ട് നിർത്തി, ചേട്ടാ ചേട്ടാ ഇങ്ങനെ വിളിക്കാതെ അവിടെ ഇരിക്കുന്ന ആൾ എണീറ്റ് ഇവിടം വരെ വരില്ല. പിന്നെ ഇനി വന്നാൽ തന്നെ എത്ര രൂപയാ? നമ്മൾ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ 200 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ലാഘവത്തിൽ പുള്ളിക്കാരന്റെ വീട്ടിലെ സ്വത്ത് വീട്ടു സ്വത്തിൽ നിന്ന് എടുത്ത് തരുന്ന പോലെയാണ് പുള്ളിക്കാരൻ ആ പെട്രോൾ തരുന്നത്. ഇത് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വെക്കും. അടയ്ക്കേണ്ട ജോലിയൊക്കെ നമ്മുടെ തന്നെയാണ്. ഇതേപോലെ നിങ്ങളൊരു ഹോട്ടലിൽ പോക്കോട്ടെ, കാറ് വന്ന് നിർത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് പറഞ്ഞു തരും, ചേട്ടാ അങ്ങോട്ട് നീക്കിയിടൂ, ഓ സൈഡ് മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു തരും. നല്ല അസലായിട്ട് നമ്മൾ എന്തോരം നന്നായിട്ട് സെർവ് ചെയ്യുന്നറിയോ. വാലേ പാർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുക, കമോൺ ഞാൻ ഇപ്പൊ കൊണ്ട് പാർക്ക് ചെയ്ത് തരുന്നു. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഒരു സൊല്യൂട്ടൊക്കെ തരും പുള്ളിക്കാരൻ. ഇതേ സമയത്ത് നിങ്ങളൊരു ബൈക്ക് കൊണ്ട് പോയി നോക്കൂ, അവിടെ അല്ലോ അവിടെ പുറത്ത് അപ്പുറത്ത്. ഇതാണ് ആ ഒരു ഭാവം അവരുടെ. നിങ്ങൾ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാലുള്ള. അപ്പോ ഈ പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഓർമ്മ വന്നത്. മറന്നുപോയി, പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നു. എന്തായാലും ഞങ്ങളുടെ ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ഞങ്ങളുടെ പത്രാസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു കാർ ഉണ്ടെന്നുള്ള വിചാരത്തിലാണോ എന്നറിയില്ല, ഞങ്ങൾക്കൊരു പാർക്കിംഗ് അവർ ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങളുടെ പാർക്കിംഗ് കാലിയായിരുന്നു, ഞങ്ങളുടെ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് ആൾക്കാർ 2 സ്കൂട്ടർ വെക്കാൻ തുടങ്ങി, പിന്നെ ബൈക്ക് വെക്കാൻ തുടങ്ങി. സോഷ്യൽ സർവീസ് പണ്ടേ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ രണ്ടാമതൊരു കാറ് വാങ്ങിച്ചപ്പം പുള്ളിക്കാരൻ ആ കാറ് ഞങ്ങളുടെ പാർക്കിംഗ് ഇടാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അങ്കിളും നല്ല ഫ്രണ്ട്സ് ആയതിന് ഇതിന് ഇട്ടതാണ്. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ചേട്ടാ ഞാൻ പാർക്കിങ്ങിൽ ഇട്ടോട്ടെ, ഞങ്ങൾക്ക് ബൈക്ക് ഇറക്കണമെങ്കിൽ അങ്കിള് മാറ്റി തരുമൊക്കെ ചെയ്യും. പതുക്കെ ഔദാര്യം അധികാരത്തിലേക്ക് മാറുന്നത് കാണാൻ തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ബൈക്കൊക്കെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരൻ കംപ്ലൈന്റ് പറയും, എന്റെ കാറിന്റെ 20 സെന്റിമീറ്റർ റേഡിയസിനകത്ത് നിങ്ങളുടെ ബൈക്ക് കിടക്കുന്നു. എന്തുകൊണ്ട്? ഞങ്ങളുടെ പാർക്കിംഗ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടിടും ഞങ്ങളുടെ വണ്ടി? അതിനേലും രസം, ഒരു ദിവസം ഇങ്ങനെ കാർ കൊണ്ടിട്ട് ഞങ്ങളുടെ ബൈക്കിന് വിലങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് എടുക്കാൻ വഴിയില്ല. എൻ്റെ അച്ഛൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ കാർ ഒന്ന് മാറ്റി തരണം, ബൈക്ക് എടുക്കേണ്ടതാണെന്ന്. ചേട്ടൻ എവിടുന്ന്? ഞാൻ ദുബായിലാ, ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. പെട്ടുപോയില്ലേ ഞങ്ങള്. ഒരാഴ്ചത്തേക്ക് ട്രെയിനിലോ ഓട്ടോയിലോ ടാക്സിയിലോ ഒന്നും പോയില്ല. വീട്ടിൽ കുത്തിയിരുന്ന ഒരാഴ്ച ഞങ്ങൾ പുറത്തേ ഇറങ്ങിയില്ല. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അവിടെ. അങ്കിളും അച്ഛനും തമ്മിൽ ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അമ്മയും ആൻറ്റിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഈ കാറില്ലാത്തതുകൊണ്ട് സമൂഹത്തിലൊരു വിലയില്ലെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരി എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, അമ്പലത്തിൽ പോയപ്പം അമ്മ ഈ ആൻറ്റിയെ കണ്ടു. അപ്പം ആൻറ്റി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്ന്. അകത്ത് ചെന്ന് തിരുമേനിയോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരി പ്രാർത്ഥിച്ചത് ഞങ്ങൾ കാർ ഒരിക്കലും വാങ്ങിക്കരുതെന്നായിരുന്നു. കാരണം ഞങ്ങൾ കാർ വാങ്ങിച്ച അവരുടെ പാർക്കിംഗ് പോവേ, ഹോസിനത്ര കാലം എന്ന് വെച്ച് കിടക്കുമല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബൈക്കുള്ളത് വളരെ മോശം കാര്യമാണെന്നും. ഒരിക്കലുമല്ല. ഒരിക്കലുണ്ടല്ലോ, ഞാനും എൻ്റെ അച്ഛനോട് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കറങ്ങാനാണോ അതോ ഫംഗ്ഷന് പോയതാ, കാർ പൂളിങ് ചെയ്താണ് പോയത്. കാറുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും പറഞ്ഞു, ശരി ഞങ്ങൾ എന്നാൽ ബൈക്കിന് വന്നേക്കാം. ഞങ്ങളിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണെത്താ ദൂരത്തൊന്നും കാറില്ല, കാർ അങ്ങ് പോയി. ഞാനും അച്ഛനോട് കുറച്ച് പോയി കഴിഞ്ഞപ്പം ആണ്ടെ എടപ്പള്ളിയിൽ ഒരു 1.5 കിലോമീറ്റർ ബ്ലോക്ക്. ഞങ്ങളിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് ആ കാറ് കണ്ടു. ജസ്റ്റ് പതുക്കെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി, വൈസറൊക്കെ ഇങ്ങനെ പൊക്കി, കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് മൊബൈലില്
ധൂമച്ചാല മ്യൂസിക് ഒക്കെ ഇട്ട്. എന്നിട്ട് അച്ഛൻ, അതല്ലേലും കൊച്ചിയിലെ ചൂടിന് ബൈക്ക് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂട് കളിച്ച് അങ്ങ് മുമ്പിലെത്തി. അവരിപ്പോഴും പുറകെ തന്നെ എവിടെയൊക്കെയോ ഉണ്ട്. ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു മെയിൻ സാധനമാണ് ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഇടാതെ ആരും ഓടിക്കരുത് കേട്ടോ, അടിയിൽ എഴുതി വരുമില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛന് ഹെൽമെറ്റ് ഇടാൻ ഒരാഗ്രഹവും ഇല്ല, ആഗ്രഹമോ ഇഷ്ടമോ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പുള്ളിക്കാരൻ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് തലയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ടാവും. കയ്യിലിടും, കണ്ണാടിയിലിടും, മറ്റേ സ്കൂട്ടറിന്റെ സീറ്റിന്റെ അടിയിൽ വെക്കും. വേണമെങ്കിൽ ഒരു കവറിനകത്താക്കി ഹാൻഡിലെ വരെ തൂക്കിയിടും, തലയെ വെക്കത്തില്ല. ഒരു ദിവസം ഇതേപോലെ അച്ഛൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് മറ്റേ ഹെൽമെറ്റ് കണ്ണാടിയിലായിരുന്നേ, പോലീസ് പിടിച്ചു നിർത്തി. എന്താ, എങ്ങോട്ടാ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നേ? അപ്പൊ അച്ഛൻ, അത് സാറേ, എൻ്റെ അച്ഛൻ്റെ റോക്കറ്റ് സയൻസ് ബുദ്ധിയിൽ നിന്നുണ്ടായ ആൻസർ ആണേ. സാറേ, നമ്മളിങ്ങനെ പോകുമ്പം പെട്ടെന്നൊരു ആക്സിഡന്റ്, ആ മിനിറ്റിൽ ഞാൻ ആ ഹെൽമെറ്റ് ഇങ്ങനെ എടുത്ത് എൻ്റെ തലയിലോട്ട് അങ്ങ് വെക്കുന്നു, ഞാൻ രക്ഷപ്പെടുന്നു. പോലീസിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ പകരം റിപ്ലൈ, വാവ് നൈസ് ഐഡിയ. നമ്മളിങ്ങനെ പോകുന്നു, സ്പീഡിൽ പെട്ടെന്ന് മറിയുന്നു, പതുക്കെ ഹെൽമെറ്റ് എടുത്ത്, എടാ നീ വല്ല അവാർഡ് പടത്തിന് കഥ എഴുതാൻ പോക്കൂടെടാ ഈ ബൈക്ക് വഴിയൊക്കെ നിർത്തിയിട്ടെന്ന്. കല്യാണം കഴിഞ്ഞപ്പം ഈ ഹെൽമെറ്റിന്റെ ഡ്യൂട്ടി അമ്മയ്ക്കായി. അതായത് ഇവരുടെ പ്ലാനാണ്, പോകുന്നു, പോലീസിനെ കാണുന്നു, സിഗ്നൽ കൊടുക്കുന്നു, അമ്മ വേഗം ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നു. ഇതാണ് പ്ലാൻ, മാസ്റ്റർ പ്ലാൻ ആണിത്. അപ്പൊ ഒരു ദിവസം ഇതേപോലെ പോയി അച്ഛൻ ഇങ്ങനെ പോകുന്നു, പോലീസിനെ കണ്ടു, സിഗ്നൽ കൊടുത്തു, അമ്മ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. അന്ധത, തിരിഞ്ഞുപോയി ഹെൽമെറ്റ്. നേരെ വണ്ടി ചെന്ന് കയറ്റിയത് പോലീസ് വണ്ടിയിലോട്ട്. പെറ്റി ഏതാണ്ട് 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ വണ്ടി ചെലവ്, അതായത് ആ പോലീസ് വണ്ടിക്ക് ഒരു 10-20,000 രൂപയുടെ ചെലവ് എന്തായാലും വന്നിട്ടുണ്ട് വണ്ടി ഇടിച്ച് കയറ്റിയതിന്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം, ഇട്ടാലും അതിലും പ്രശ്നം. ഇപ്പോ ദേ ഇരിക്കുന്ന 2 സുന്ദരമായ ചേച്ചിമാര്, ഇത്രയും ചേച്ചിമാർ ഇവിടെ ഇരിക്കുന്നു, എല്ലാം മാച്ചിങ് അല്ലേ ഇട്ടുകൊണ്ട് വന്നേക്കുന്നേ. എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖമുണ്ട്, മാച്ചിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഏത് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലും സെയിം കളറിലൊരു ഹെൽമെറ്റ്, അത് നിർബന്ധമാണ്. ഞങ്ങളുടെ ഒരു അലമാരി ഫുൾ ഹെൽമെറ്റ് മാത്രമുണ്ട്. ഇതേ ഹെൽമെറ്റ് ഞാൻ വെച്ചാലോ, നിങ്ങളുടെയൊക്കെ എന്ത് രസമായിട്ടാ മുടിയിരിക്കുന്നത്. ഞാൻ ആ ഹെൽമെറ്റ് വെച്ച് എവിടെയെങ്കിലും പോയാൽ ഹെൽമെറ്റിങ് അഴിച്ചാലുണ്ടല്ലോ, പശു നക്കിയതുപോലെ ഇരിക്കുവാ മുടി, വല്ലാത്തിനും കൊള്ളുവോ. ഇതിന് വേറെയും പ്രശ്നമുണ്ട്. കാരണം അമ്മയും അച്ഛനും തമ്മി ഇച്ചിരി ഞാനില്ലാതെ, അതായത് അവർക്ക് സീക്രട്ട് പറയുന്ന ബൈക്കിൽ വെച്ചാണ്. അപ്പം ഇവർ സീക്രട്ട് ഒക്കെ പറഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അമ്മ ചോദിക്കും, ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കേട്ടാന്ന്? അപ്പൊ അച്ഛൻ, എന്ത് പറഞ്ഞു നീ? നമ്മൾ ഇന്നലെ എടപ്പള്ളിക്ക് പോയ വഴിക്ക് പറഞ്ഞില്ലേ ആ കാര്യം? അച്ഛൻ, ഞാനൊന്നും കേട്ടില്ല. കാരണം എന്താ, ബൈക്കിൽ ഇങ്ങനെ പോവാ, കട്ടി ഹെൽമെറ്റ്, ഭയങ്കര ട്രാഫിക്, സൈഡിൽ ഇരിക്കുന്നവന്റെ ഹോണിന്റെ മോഡുലേഷൻ അനുസരിച്ച് അവൻ എന്ത് തെറിയാ പറയുന്നതെന്ന് അച്ഛൻ ഡീകോഡ് ചെയ്യാൻ പോകണോ? അതോ അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഗോസിപ്പ് പറയുന്ന കേൾക്കാൻ പോകണോ? എന്താണ് എൻ്റെ അച്ഛൻ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. കാട്ടവ പൊക്കോട്ടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ ഹെൽമെറ്റ് വെക്കുന്നതിന്റെ വെക്കാത്തതിന്റെ. അപ്പൊ ഞാൻ വീട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്കൊരു കാർ വാങ്ങിക്കാം, പ്ലീസ് വാങ്ങിക്കാം. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും ഓരോ എക്സ്ക്യൂസും കൊണ്ട് വരും. അതായത് ചിലവാണത്ര, വണ്ടി വാങ്ങിക്കുന്നതിന്റെ ചിലവ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, സർവീസ്, പെട്രോൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവർ ഇത്ര ചിലവിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടായി? ഈ നാട്ടു നടപ്പനുസരിച്ച് ഒരു പെൺകുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നതാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ചെലവ്. കൊച്ചിനെ പഠിപ്പിക്കണം, അതിനെ കല്യാണം കഴിപ്പിച്ച് വിടണം, സ്ത്രീധനം കൊടുക്കണം, അതിന് ലേബർ റൂമിൽ കൊണ്ട് കിടത്തണം, അതിന്റെ കൊച്ചിനെ നോക്കണം. ഇത്രയും ചെലവുകളുണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക്. കുറച്ചുകൂടി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയും അച്ഛനും രണ്ടാമതൊരെണ്ണത്തിന് ശ്രമിക്കാത്തതെന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ വലിയ സത്യം മനസ്സിലായത്. ഇവർ രണ്ടാമത്തെ കുട്ടിക്ക് ശ്രമിക്കാത്തത് ചെലവ് കൊണ്ടല്ല, നാലാമതൊരാളെ താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ ബൈക്കിനുണ്ടായിരുന്നില്ല, വെച്ചോടിക്കാൻ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നുമില്ല. എനിക്ക് അറിയാമായിരുന്നു എവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയേക്കുന്നത് വീട്, സ്ഥലം, പറമ്പ്. ചിലവർക്കാണെങ്കിൽ അമ്മ കല്യാണത്തിനുടുത്ത സാരി, കമ്മല്, മാല, ഇതൊക്കെയല്ലേ. എനിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെ കിട്ടിയത്, എൻ്റെ അച്ഛന് പ്രായപൂർത്തിയായപ്പോൾ വാങ്ങിച്ച ബൈക്കും എൻ്റെ മുത്തശ്ശൻ അച്ഛന് സ്വത്തായിട്ട് കൊടുത്ത ഈ ഹെൽമെറ്റും. ഇനി നാളെ മുതൽ തുടങ്ങുന്നു എൻ്റെ 2 വീലർ ജീവിതം. ഒരു മിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. 2 വീലർ ഓടിക്കാറായില്ലല്ലോ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലൈസൻസ് ഇനി 1 വർഷം കഴിഞ്ഞ് എടുക്കാം. അല്ല, 18 തികഞ്ഞു. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, വെരി ഗുഡ്. രമേശ് ചേട്ടാ, ശ്രീലക്ഷ്മി നല്ല പ്രകടനമായിരുന്നു. ശ്രീലക്ഷ്മി ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനൊക്കെ ആയിട്ട്.
ശ്രീലക്ഷ്മിയുടെ സ്ക്രിപ്റ്റും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി 1-2 കറക്ഷൻസ് വരുത്തിയാൽ നല്ലതാവും തോന്നുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പഠിച്ച് പറയുന്നതാണെങ്കിലും ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് പറയുന്നതാണെങ്കിലും ഒക്കെ ഒരു സ്വാഭാവികത ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നതിനകത്ത് ചില ഏരിയകൾ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ചുകൂടെ നന്നാവും തോന്നി. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളും അല്ലാതെ പറയേണ്ട കാര്യങ്ങളും പൊതുവേ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ ഒരാളോട് നമ്മൾ പെട്ടെന്ന് അയാളുടെ ഒരു ചെക്ക് ബുക്ക് എടുത്ത് വെച്ചിട്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പം RAME ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയും. ATMത്തിന്റെ പിന്ന് പറഞ്ഞു കൊടുത്താൽ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പെറുക്കി പറയും. പക്ഷേ അമ്മ വന്നിട്ട് എടാ എന്താ കഴിക്കണ്ടേ, കുറച്ച് ചോറും 1 ഗ്ലാസ് വെള്ളവും അല്പം സാമ്പാറും ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. അവിടെ അത്ര സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാമ്പാറും ചോരത്തിലേക്ക് ഒഴിച്ചു, ഇത്രേ ഉള്ളൂ, ഇതിന്റെ ആവശ്യമുള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം പെറുക്കി പറയുന്നതിനും ഇതിനൊരു വ്യത്യാസമുണ്ട്. അത് ശ്രീലക്ഷ്മിക്ക് വേണ്ടി അതും കൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ തുടക്കം ഒരു എൻഡിങ് ഒക്കെ കറക്റ്റ് വന്നൊരു സർക്കിൾ പോലെ വന്ന് നിന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീലക്ഷ്മിയുടെ ഫാമിലി, അമ്മ, അച്ഛൻ, ആ ബൈക്ക്, പാർക്കിംഗ്, കാറിന്റെ അതൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞത് കിട്ടി. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ സ്വാഭാവികത കുറച്ച് അത് പറഞ്ഞതുപോലെ ഇനി അടുത്തതിൽ മാറ്റുക, അപ്പോൾ കുറച്ചുകൂടി നന്നാവും. മോളെ ഇതാരാ പഠിപ്പിച്ചത്? എന്റെ തന്നെ കലാവിരുതാണ്. സ്വന്തമായിട്ട് പഠിച്ച് ഈ ഗുരുമുഖത്തൊന്ന് പഠിക്കാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. എന്നെ പോലെയുള്ള നല്ല ഗുരുക്കന്മാരെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സാറ് സ്കൂളിൽ സ്റ്റാൻഡപ്പ് കോമഡിയാണോ പഠിപ്പിച്ചോണ്ടിരുന്നത്? സാറ് മലയാളം സാറായിരുന്നല്ലേ? നീ എന്തുവാടാ ഈ വന്നപ്പോ മുതൽ എനിക്കിട്ട് ഈ കുരുക്കുമായിട്ടിരിക്കുന്നു? അല്ല, സാർ ഇവിടെ വന്ന് ദയാനയുടെ സാറ് എന്നെ ഞാൻ വിളിച്ചിരുത്തിയതാ. ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ പരിപാടി കയറി ഇടപെട്ട് അഭിപ്രായം പറയുന്ന പോലെ ഇപ്പൊ ഗുരുമുഖത്തൊന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗുരുമുഖത്തൊന്ന് പഠിക്കണേന്റെ ഞാൻ കാണിച്ചു തരാം. എന്റെ ഡയാന മോളുടെ അടുത്ത് ഞാൻ അന്ന് പഠിപ്പിച്ച എടി മോളെ ഈ അങ്കണ തൈമാവൊന്ന് പാടിയാ കേക്കട്ടെ. ഏതാ? മാമ്പഴം വൈലോപ്പിള്ളിയുടെ. അല്ല, അതെനിക്കറിയാം. അങ്കണത്തെ പറയാം, അതിന്റെ ആവശ്യകത മാഷിന്റെ കഴിവ് തെളിയിക്കാനാ. അതെ, അവള് പഠിച്ചതൊന്ന് പാടിയടി, ഒന്ന് പാടിക്കോട്ടെ, മര്യാദയ്ക്ക് ഒന്ന് പാടിക്കോ കേട്ടോ. മാലി സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് വയലോപ്പിള്ളി എഴുതിയ മാമ്പഴം എന്ന കവിതയിലെ ഏതാനും ശകലങ്ങളാണ്. കേട്ടു. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ടി, ബാലമാങ്കന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ, അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോ, അമ്മലർ ചെണ്ടൊന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ, ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മോളെ മാഷിന് തൃപ്തിയായി, മോളെ തൃപ്തിയായി. ഞാനന്ന് പഠിപ്പിച്ചു തന്നത് മൊത്തം നീ അതുപോലെ തന്നെ ഗ്രാസ്പ് ചെയ്തല്ലോടി. മക്കളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അല്ല, ഇവര് സ്റ്റുഡൻസ് അല്ല, ഇവര് ജൂബി റിച്ച് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ സ്റ്റാഫാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ യൂഷ്വലി സ്റ്റുഡൻസ് ആണ് വരാറ്. പിന്നെ ഇടയ്ക്ക് റെസിഡൻഷ്യൽ അസോസിയേഷൻ ആൾക്കാർ വരും. അപ്പം നിങ്ങളൊരു കൺസൾട്ടൻസിയുടെ സ്റ്റാഫാണ് എല്ലാവരും അല്ലേ? എങ്ങനെയാണ് ഇത്രയധികം ലുക്കുള്ള സ്റ്റാഫിനെ നിങ്ങൾ അതെങ്കിലും അതിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്ത് എടുത്തയാണോ? എന്തായാലും നിങ്ങളൊരു ട്രേഡ് സീക്രട്ട് എന്താണ്? I think we attract like that because നമുക്ക് വരുന്നവര് അങ്ങനെയായിട്ടാ വരണേ. അങ്ങനെ എന്തെങ്കിലും ആണോ? ഇപ്പോഴത്തെ പിള്ളേര് സത്യം പറഞ്ഞ ഗ്രൂം ചെയ്യേണ്ട കാര്യമില്ല. വെൽ ഗ്രൂംഡ് ആണ്. I must really tell that you all are looking really, really gorgeous. Thank you so much. Very rare that we get stuff like this. That's what I feel. Thank you so What much. she is talking is actually if they have a confidence. Yeah, they that do confidence have, makes them looking better. It's very much reflected in their faces. Yes. If you have it inside, it just shows outside as well. ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അപ്പൊ മാർക്ക് ഇടാന്നാണ് സാറ് പറയുന്നത്. ശരി, അപ്പോൾ ഈ എപ്പിസോഡിലെ മത്സരത്തിൽ കലിപ്പനും കാന്താരയ്ക്കും എത്ര പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നറിയാം. കലിപ്പൻ അമലിന് 46, അമലിന് 46. That makes 92 out of 100. അമലെ അടിപൊളി,
സൂപ്പർ, നല്ല സ്കോറാണ്. ശ്രീലക്ഷ്മിയുടെ മാർക്സ് അറിയാം. 47. 47. രമേശ് ഏട്ടാ 47. 47 again. That makes 94 out of 100. That means the best performer is Sri Lakshmi. Congratulations dear. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കലിപ്പനും കാന്താരി മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.